എവരിവൺ വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഞാൻ പ്രീവിയസ് ആയിട്ട്, അതായത് ഇതിന് മുന്നേ തൊട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഡിഗ്രി ഹോൾഡർ ഗോഡ് ജോബ് അറ്റ് ഇൻഫോ പാർക്ക് എന്ന് കണ്ടൊരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഡിഗ്രി ജസ്റ്റ് ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയ ആൾക്കാരെ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഇൻഫോ പാർക്കിൽ അല്ലെങ്കിൽ IT പാർക്കുകളിൽ വരുന്ന വാക്കൻസീസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വരുന്ന വാക്കൻസീസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് പറയാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഒരു ഡിഗ്രി ഹോൾഡർ ആണെന്ന് വിചാരിക്കുക, അവർക്ക് ഇപ്പോഴും അറിയില്ല ഇൻഫോ പാർക്കിനകത്തോ അല്ലെങ്കിൽ IT പാർക്കിനകത്ത് എന്തൊക്കെ വാക്കൻസീസ് ആണ് വരുന്നത് എന്ന്. മനസ്സിലായോ? ഒരുപാട് വാക്കൻസീസ്, അതായത് ബേസിക്കായിട്ട് ഒരുപാട് വാക്കൻസീസ് വരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. BA കഴിഞ്ഞ ആൾക്കാർക്ക് വരുന്ന വാക്കൻസീസ്, BCom കഴിഞ്ഞ ആൾക്കാർക്ക് വാക്കൻസീസ്, അതുപോലെ തന്നെ CA കഴിഞ്ഞ ആൾക്കാർക്ക്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഇന്ന വാക്കൻസീസ് അവിടെ വരും ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഞാൻ പറയാവേ. ഞാനിവിടെ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ജസ്റ്റ് ഡിഗ്രി ഹോൾഡർ ഗോട്ട് അറ്റ് ജോബ് അറ്റ് ഇൻഫോ പാർക്ക് എന്നാണ് ഞാൻ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ. അതിന് താഴെ വന്നിട്ടുള്ള കമൻറ്റ്സ് ഒരു 4 കമൻറ്റ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പറയാൻ വേണ്ടി പോണത്. ഓക്കെ, ഞാൻ BA സോഷ്യോളജിയാണ് പഠിച്ചത്. എനിക്ക് ഇൻഫോ പാർക്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊന്നു കൂടി പറഞ്ഞു തരാമോ അല്ലെങ്കിൽ കാണിക്കാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, എടാ ഞാൻ MA ഇംഗ്ലീഷ് ആണ്, ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എവിടെയാണ്? ഞാൻ ലിങ്കിനെ കുറിച്ചൊന്നും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? അതവിടെ നിൽക്കട്ടെ. ഇനി മൂന്നാമത്തെ, BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് കഴിഞ്ഞത്, ഹൗ ടു അപ്ലൈ. പിന്നെ ഹൗ ടു അപ്ലൈ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോസിൽ ഇൻഫോ പാർക്കിനകത്ത് വരുന്ന വാക്കൻസീസ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും അവിടെ എന്തുണ്ട്, വാക്കൻസീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇത്രയും വാക്കൻസീസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇത് ലിങ്കിനെ കുറിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വീഡിയോ കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കണ്ട് നിങ്ങളത് കാണാൻ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. ഓക്കെ, ഈ ഹൗ ടു അപ്ലൈ ചോദിച്ചത് നല്ലൊരു കാര്യമാണ്. ഞാൻ പ്രീവിയസ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇൻഫോ പാർക്കിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുടെയും കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന വാക്കൻസി ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതും കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണ്ട, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവണ്ട. മോസ്റ്റ് വാണ്ടഡ് ഡിഗ്രി ബേസ്ഡ് റോൾസ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു BComഉം BBയും കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നമ്മുടെ എന്താണ്, ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കമ്പനിക്കകത്താണെങ്കിലും ഒരു BComഉം BBയോ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, ഒരുപാട് വാക്കൻസീസ് ഉണ്ട്. അതെന്നെപ്പോൾ തന്നെ നിങ്ങൾക്കും അറിയാം. ലൈക്ക് അക്കൗണ്ടിങ്, HR ഇന്റേൺ, അഡ്മിൻ അസിസ്റ്റന്റ്, ബില്ലിങ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇത് പറഞ്ഞ കാര്യമാണ് കേട്ടോ. എന്നാലും ഞാൻ ഒന്നും കൂടി ക്ലിയർ ആവാത്ത ആൾക്കാർക്കാണ് ഈ പറയുന്നത്. താഴെ കണ്ട് ഈ ലിങ്ക് എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. പിന്നെ BA അതുപോലെ MA ഇംഗ്ലീഷ് കഴിഞ്ഞ ആൾക്കാർക്ക് കണ്ടന്റ് റൈറ്റർ, പ്രോസസ് എക്സിക്യൂട്ടീവ്, സപ്പോർട്ട് എക്സിക്യൂട്ടീവിന്റെ വാക്കൻസി വരുന്നുണ്ട് പറഞ്ഞു. പിന്നെ BSc BCA CS കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് QA ടെസ്റ്റർ, സപ്പോർട്ട് എഞ്ചിനീയർ, ജൂനിയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം. ഇനി എനി ഡിഗ്രി വിത്ത് ഗുഡ് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ, സപ്പോർട്ട്, വോയിസ് പ്രോസസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള വാക്കൻസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലൊക്കെ എന്താണ്, ജസ്റ്റ് ഒരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോസ്റ്റ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗൈസ്. നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, അല്ലാതെ ഇതിൻ്റെ വാക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് തരാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരു വീഡിയോ ഒന്നില്ലെങ്കിൽ മൊത്തം കണ്ടതിന് ശേഷം വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് അത്രയും പറയാനുള്ളൂ. ഞാനതൊരു ഇതായിട്ട് പറയില്ല കേട്ടോ, ഒരു ഇതായിട്ട് വന്ന് പറയല്ല. പക്ഷെ ഇങ്ങനെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള നോട്ടാണ്. നോക്ക് നിങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള നോട്ടുകളാണ്. എന്നിട്ടൊക്കെ ഞാൻ സെർച്ച് ചെയ്തതിന് ശേഷം കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കണ്ട ഇതൊക്കെ ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ.
അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊത്തം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല, ചെറുതാക്കിയിട്ടാണ് മിക്ക കാര്യങ്ങളും പറയുന്നത്. വാക്കൻസിയുടെ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, എന്താണ് ഇന്ന വാക്കൻസി വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. സബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്ത് തരാമെന്ന് പറയാറുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് അങ്ങനെ പറഞ്ഞില്ലേ, കാരണം എന്താണ് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അത് നിങ്ങളിങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഹൗ ടു അപ്ലൈ ചോദിച്ചിട്ടുള്ള ആൾക്കാർക്കാണ്. മിക്ക ആൾക്കാരും ഒരു 4 ആൾക്കാർ 5 ആറോ കമൻറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹൗ ടു അപ്ലൈ എന്ന് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയണം, ഞാൻ ചെയ്യാറുള്ളത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, കരിയർ പേജിൽ ഞാൻ സെർച്ച് ചെയ്യും. ഇതിപ്പോൾ ചോദിച്ചിട്ടുള്ളത് പുതിയ ആൾക്കാരായിരിക്കണം, കാരണം എന്നെ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് വാക്കൻസീസ് കണ്ടെത്തുന്നത്, അതെങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നൊക്കെ എല്ലാ വീഡിയോയ്ക്കും അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, ഇത് പുതിയ വ്യൂവേഴ്സ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്, കാരണം അല്ലെങ്കിൽ ഇത്രയും ദിവസം പറഞ്ഞിട്ടുള്ളതൊക്കെ വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഗൂഗിളിനകത്ത് കയറിയിട്ട് വെബ്സൈറ്റ് നോക്കും. ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ വെബ്സൈറ്റ്, ഇൻഫോ പാർക്കിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റ് നോക്കും. അതിനുശേഷം കരിയർ പേജ് നോക്കും. അപ്പോൾ കരിയർ പേജ് ഉണ്ടായിരിക്കും, അത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ വരും. നമുക്ക് ഏതൊരു പോസ്റ്റാണോ വേണ്ടത് ആ ഒരു പോസ്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ മുന്നേ ചെയ്തതിൻ്റെ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടാലും മതി. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.